പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജാനകി നമ്മുടെ ദേവയാനിയോട് അനാമികയുടെയും അനിയുടെയും കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഏട്ടത്തി മുമ്പൊക്കെ അനാമികയുടെ കാര്യത്തിൽ വളരെയധികം സ്നേഹത്തിലും അതുപോലെ തന്നെ അനാമികയുടെ എന്ത് സങ്കടം കണ്ടാലും അവളുടെ കാര്യത്തിൽ ഇടപെട്ട് അത് പരിഹരിക്കാൻ നോക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ മരുമകളെ കഴിഞ്ഞിട്ടുള്ളൂ ഏട്ടത്തിക്ക് എല്ലാവരും, എൻ്റെ മരുമകളോട് ഒരു സ്നേഹവുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, അതൊക്കെ പണ്ടായിരുന്നു, അന്നൊന്നും അനാമികയുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്നുള്ളത് അറിയില്ലല്ലോ. നീ എന്താ ഇത്രയ്ക്കും തെളിവുകൾ നിരത്തിയിട്ടും അവൾ മറ്റൊരുത്തൻ്റെ കൂടെ കറങ്ങുകയാണ് എന്നറിഞ്ഞിട്ട് പോലും നീ എന്താ അവളെ വെറുക്കാത്തത്? നീ എന്താ ഇങ്ങനെ അവളെ, നിൻ്റെ മകൻ്റെ ജീവിതം നശിപ്പിക്കുന്ന ഒരുത്തിയെ ഇങ്ങനെ സ്നേഹിക്കുന്നത് എന്താ എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ദേവയാനി ചോദിക്കുന്ന സമയത്ത് അത് പിന്നെ ഏതൊരു പെണ്ണിനും മനസ്സിനൊരു ചാഞ്ചാട്ടം ഉണ്ടാവുമല്ലോ. കാരണം എൻ്റെ മകന് ആ മൊട്ടച്ചിയുടെ പിന്നാലെ നടക്കുന്നത് കൊണ്ട് സങ്കടം തീർക്കാനായിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ ജസ്റ്റ് കറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അതിന് ഇത്ര തെറ്റെന്താ? അതിൽ ഒരു തെറ്റും ഞാൻ കണ്ടിട്ടില്ല. അത് അനിയുടെ കുഴപ്പമാണ്. അനി യഥാർത്ഥത്തിൽ അവളെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ എന്നുള്ള രീതിയിലൊക്കെയാണ് ജാനകി പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, അത് നിൻ്റെ ഒരു തെറ്റായ ധാരണയാണ്. അവൾ ഫ്രണ്ട്ഷിപ്പോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. പക്ഷെ ഞാൻ നേരിൽ കണ്ട കാഴ്ച അതൊന്നുമല്ലായിരുന്നു. ഒരു ഫ്രണ്ടിൻ്റെ കൂടെ നിൽക്കുന്ന രീതിയിലൊന്നുമല്ല അനാമിക നിന്നത്. അതൊക്കെ അവൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ജാനകി പറയുന്നുണ്ട്, ഏട്ടത്തി കൂടുതലൊന്നും സംസാരിക്കേണ്ട. കാരണം ഏട്ടത്തിയുടെ മകൻ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാവുന്നത് കൊണ്ട് ഏട്ടത്തി അനാമികയെ കുറ്റം പറയാനൊന്നും ആളല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഏട്ടത്തി സ്വന്തം മകനെ പറഞ്ഞ് തിരുത്താൻ നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, ജാനകി, നീ എൻ്റെ മകനെ ഇപ്പോൾ കുറ്റം പറയുന്നതിനൊക്കെ നീ ഒരിക്കൽ പശ്ചാത്തപിക്കേണ്ടി വരും. യഥാർത്ഥ സത്യം എന്താണ് എന്നുള്ളത് നിനക്കെന്നല്ല ആർക്കും ഇവിടെ ശരിക്കും അറിയില്ല. അതൊക്കെ ശരിക്കും അറിയാവുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് കൂടുതലൊന്നും നീ സംസാരിക്കാൻ വരണ്ട. പിന്നെ അനാമികയുടെ കാര്യത്തിൽ ഇടപെടുന്നുണ്ടെങ്കിൽ അതിനുള്ള അർഹത എനിക്കുണ്ട് എന്ന് തോന്നിയിട്ട് മാത്രം ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ജാനകി പറയുന്നുണ്ട്, ഏട്ടത്തിക്ക് അതിനുള്ള അർഹതയൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും സ്വന്തം മകന് ചെയ്ത കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊന്നും ഒന്നുമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ദേവയാനിക്ക് ഇതൊരു വാശിയാവുകയാണ്. ജാനകിയുടെ അഹങ്കാരത്തിന് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. എന്തായാലും അനാമിക ചെയ്ത ഒരു കള്ളത്തരമെങ്കിലും എനിക്ക് ജാനകിക്ക് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ദേവയാനി അവിടുത്തെ CCTV ഒക്കെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ വരുന്ന സമയത്തൊക്കെ നന്നാക്കാൻ വിളിക്കുന്ന ഒരാളെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എടാ നീ എനിക്ക് ചില കാര്യങ്ങളൊക്കെ കണ്ടെത്തി തരണം. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവിടുത്തെ CCTV ചെക്ക് ചെയ്താൽ അറിയാൻ സാധിക്കും. അതിന് അച്ഛൻ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കാലം അത് ഒന്നും നോക്കാതിരുന്നത്. പക്ഷേ ഇനി അത് മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ CCTV ഓപ്പറേറ്ററെ അങ്ങോട്ട് വിളിച്ച് വരുത്തുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പരിശോധിക്കുന്ന സമയത്താണ് അനാമികയുടെ റൂമിലോട്ട് കറക്റ്റായിട്ട് ഒരു CCTV ചെക്ക് ചെയ്യുന്ന സമയത്താണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒക്കെ മനസ്സിലാകുന്നത്. അതിൽ വ്യക്തമായിട്ട് അനാമികയുടെ അമ്മയും അതുപോലെ തന്നെ അനാമികയും കൂടെ സ്വർണം എടുക്കുന്നതും അത് നോക്കുന്നതും പുറത്തോട്ട് അത് ഒരു കവറിലിട്ട് കൊണ്ടുപോകുന്നതുമായ ദൃശ്യങ്ങളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ പതുക്കെ ദേവയാനി അതൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതൊരു കിട്ടിയ ചാൻസ് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ദൃശ്യങ്ങൾ മുഴുവൻ നമ്മുടെ ജാനകിക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനിയെങ്കിലും ജാനകി ഒന്ന് വിശ്വസിക്കണം. മരുമകളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് അത്ര നല്ലതല്ല. ഇവൾ ഇത്തരത്തിലുള്ളൊരു പെരുങ്കളിയാണ്. അത് ഇനിയും തിരിച്ചറിയാതെ പോയാൽ അത് വലിയ നഷ്ടമായിരിക്കും. അനിയുടെ ജീവിതമാണ് ഇങ്ങനെ തകർന്നു പോകുന്നത്. ഒരു പിടിവാശി കാരണം ഇത്രയും മരുമകളെ വിശ്വസിച്ചിട്ട് ഇത്രയും വലിയ തിരിച്ചടി കിട്ടും എന്നുള്ളത് നീ വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇതാണ് സത്യം, അത് നീ മനസ്സിലാക്കണം. നിന്റെ മരുമകൾ ഒരു പെരുങ്കള്ളി തന്നെയാണ് എന്നൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ദേവയാനി. അങ്ങനെ ജാനകിക്ക് നമ്മുടെ ദേവയാനിയോടും അതുപോലെ തന്നെ നമ്മുടെ അനിയോടും ഒക്കെ ഒരു കുറ്റബോധം തോന്നുകയും അനാമികയോട് ദേഷ്യം ഇരട്ടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ജാനകിക്ക്.